നമസ്കാരം. ഒരു ദിവസം രാവിലെ ഫോൺ എടുത്തപ്പോൾ ടെലഗ്രാം കാണാനില്ല. പ്ലേ സ്റ്റോറിലുമില്ല, ആപ്പ് സ്റ്റോറിലുമില്ല. എന്തുകൊണ്ട്? രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു പരീക്ഷ. ആ പരീക്ഷയെ അട്ടിമറിക്കാൻ ടെക്നോളജി ഉപയോഗിച്ചാൽ എന്തു ചെയ്യും? കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പ് തന്നെ ആയാലും രാജ്യം ആദ്യം, സൗകര്യം പിന്നെയെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന ടെലഗ്രാമിനെതിരെ കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു കടുത്ത നടപടി സ്വീകരിച്ചത് എന്തുകൊണ്ടായിരിക്കും? ഇത് വെറും ഒരു ആപ്പ് നിരോധനമല്ല, രാജ്യത്തെ ഏറ്റവും വലിയ പരീക്ഷാ സുരക്ഷാ നടപടികളിലൊന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ടെലഗ്രാമിനെതിരെ കേന്ദ്രമെടുത്ത ഈ കടുത്ത നടപടിക്ക് പിന്നിലെ കാരണം എന്താണ്? രാജ്യത്ത് നീറ്റ് പരീക്ഷയെ ചുറ്റിപ്പറ്റിയ വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാർ ടെലഗ്രാമിനെതിരെ അപ്രതീക്ഷിത നടപടിയുമായി രംഗത്ത് വന്നത്. ദേശീയതല പരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ്. നീറ്റ് പരീക്ഷയെ ചുറ്റിപ്പറ്റിയ വിവാദങ്ങൾക്കിടയിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ടെലഗ്രാം താത്കാലികമായി നീക്കം ചെയ്യാൻ കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇത് ഒരു ആപ്പിനെതിരായ നടപടിയല്ല, രാജ്യത്തിന്റെ പരീക്ഷാ സംവിധാനത്തെ സംരക്ഷിക്കാനുള്ള നടപടിയാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ടെലഗ്രാം താൽക്കാലികമായി നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി. ഇതോടെ പുതിയ ഉപയോക്താക്കൾക്ക് ഇന്ത്യയിൽ ടെലഗ്രാം ഡൗൺലോഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടു. അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ പ്രകാരം ചില ചോദ്യപേപ്പർ ചോർച്ചാ ശൃംഖലകൾ ടെലഗ്രാം വ്യാപകമായി ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിലും ഗുരുതരമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ടെലഗ്രാമിലെ മെസ്സേജ് എഡിറ്റ് സൗകര്യം ദുരുപയോഗം ചെയ്തതാണ്. പരീക്ഷ കഴിഞ്ഞ ശേഷം പഴയ സന്ദേശങ്ങളിൽ ചോദ്യപേപ്പർ ചേർത്ത് ഞങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പേ ചോദ്യങ്ങൾ നൽകിയിരുന്നു എന്ന തരത്തിൽ വ്യാജ തെളിവുകൾ സൃഷ്ടിച്ചതായാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിലയിരുത്തൽ. ഇത്തരം പ്രചാരണങ്ങൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശയക്കുഴപ്പത്തിലാക്കി. കേന്ദ്രത്തിന്റെ സന്ദേശം വ്യക്തമാണ്. സാങ്കേതികവിദ്യ രാജ്യത്തിന്റെ പുരോഗതിക്കായാണ്, പരീക്ഷാ മാഫിയെ സഹായിക്കാനല്ല. അതുകൊണ്ടാണ് നീറ്റ് പുനഃപരീക്ഷ പൂർത്തിയാകുന്ന ജൂൺ 22 വരെ ടെലഗ്രാമിന് താത്കാലിക നിയന്ത്രണവും ഇന്ത്യയിൽ മെസ്സേജ് എഡിറ്റ് ഫീച്ചർ ജൂൺ 30 വരെ പ്രവർത്തനരഹിതമാക്കാനും കേന്ദ്രം നിർദ്ദേശം നൽകിയത്. ഒരു ആപ്പിനേക്കാൾ പ്രധാനമാണ് രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി എന്ന സന്ദേശമാണ് ഈ നടപടിയിലൂടെ കേന്ദ്രം നൽകുന്നത്. കേന്ദ്രത്തിന്റെ നടപടിയെ ചോദ്യം ചെയ്ത് ടെലഗ്രാം ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ കോടതിയിലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പരീക്ഷാ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതാണ് സർക്കാരിന്റെ നിലപാട്. ഇത് സംബന്ധിച്ച് രഞ്ജിത്ത് രവീന്ദ്രൻ എന്ന വ്യക്തി ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പ് കൂടി വായിക്കുകയാണ്. ഇങ്ങനെയാണ് ആ കുറിപ്പ്. എന്തുകൊണ്ട് ടെലഗ്രാം നിരോധിച്ചു? അതിലെ ഒരു ഫീച്ചർ തന്നെ കാരണം. ഒരു മെയിൻ ഗ്രൂപ്പിന്റെ ഭാഗമായുള്ള ഡിസ്കഷൻ ചാനലിൽ ഗ്രൂപ്പ് അഡ്മിൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ മെസ്സേജും വരും. നീറ്റ് പോലെയുള്ള പരീക്ഷയ്ക്ക് 48 മണിക്കൂർ മുൻപ് അഡ്മിൻ അതിൽ വെറുതെ ആരും ശ്രദ്ധിക്കാതെ പോയൊരു മെസ്സേജ് അയക്കുന്നു. എക്സാം കഴിയുന്നതോടെ മെയിൻ ഗ്രൂപ്പിൽ പഴയ മെസ്സേജ് എഡിറ്റ് ചെയ്ത് നീറ്റ് എക്സാം ചോദ്യപേപ്പർ എന്നോ മറ്റോ ആക്കി ചോദ്യപേപ്പർ അപ്ലോഡ് ചെയ്യുന്നു. എന്നാൽ ടെലഗ്രാം ഈ മെസ്സേജിൽ എഡിറ്റഡ് എന്ന് കാണിക്കില്ല. 2 തരം ഗ്രൂപ്പുകളാണ് ഇതിൽ നിന്നും ലാഭമുണ്ടാക്കുക. വ്യാജ ചോദ്യപേപ്പർ ലോബി. ഇവർ ഭാവിയിലെ പരീക്ഷകൾക്ക് പ്രൂഫായി പണം വാങ്ങാനും ഓൾറെഡി വാങ്ങിയവരോട് തങ്ങൾ ചോദ്യം തന്നു എന്ന് സ്ഥാപിക്കാനും ഇത് ഉപയോഗിക്കുന്നു. അടുത്തത് രാജ്യത്ത് കലാപമുണ്ടാക്കാനും ചോദ്യപേപ്പർ ലീക്കായി എന്ന് കാണിക്കാനും. അതെ, നമ്മൾ നോക്കുമ്പോൾ കാണുക പരീക്ഷയ്ക്ക് മുൻപ് തന്നെ ചോദ്യപേപ്പർ ടെലഗ്രാമിൽ ഉണ്ടായിരുന്നു എന്നാണല്ലോ മനസ്സിലാക്കുക. ടെലഗ്രാമിൽ ഈ ബഗ് ഫിക്സ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും എക്സാമിന് മുൻപ് ഇതെല്ലാം ഫിക്സ് ചെയ്ത് കോടിക്കണക്കിന് ആളുകൾ ആപ്പ് അപ്ഡേറ്റ് ചെയ്യലൊന്നും പ്രാക്ടിക്കൽ അല്ല. ആകെയുള്ള മാർഗം ടെലഗ്രാം താൽക്കാലികമായി നിരോധിക്കലാണ്. ഇതാണ് നിരോധനത്തിന്റെ കാരണം. ഇങ്ങനെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ഈ പോസ്റ്റിന് താഴെ ഒരു കമന്റ് കൂടി കണ്ടിരുന്നു. അതുകൂടി ഈ അവസരത്തിൽ പറയുകയാണ്. പപ്പു പറയുന്നത് കേട്ടു വിദ്യാർത്ഥികൾ പഠിക്കാനായി ആശ്രയിക്കുന്ന ആപ്പാണ് ടെലഗ്രാം എന്ന്. ഇപ്പോൾ ഈ താൽക്കാലിക നിരോധനത്തിലൂടെ അവരുടെ പഠനത്തെയാണ് അത് ദോഷകരമായി ബാധിക്കുമെന്ന്. നമുക്കറിയാം ഭൂരിപക്ഷം ആളുകളും ടെലഗ്രാം ആപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് ആ ആപ്പ്. ശരിയാണ്, പപ്പുമോൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുവാണ്, പപ്പുമോനെ, നിങ്ങൾ ഈ പഠിക്കുന്ന പഠിത്തമൊക്കെ, നിങ്ങളുടെ പഠിത്തമൊക്കെ ഡൗൺലോഡിംഗ് ഒന്നും അല്ല പിള്ളേർ പഠിക്കുന്നത്, മനസ്സിലായല്ലോ? അതെ, രാജ്യസുരക്ഷയാണ് പ്രധാനം. ഇത്തരത്തിൽ രാജ്യത്തിന്റെ ഭാവിക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യവും കേന്ദ്ര സർക്കാർ വെച്ചു പൊറുപ്പിക്കില്ല. നീറ്റ് ഉൾപ്പെടെയുള്ള ദേശീയതല പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട നിരവധി ടെലഗ്രാം ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്നതായിട്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതിലും പ്രധാനമായി ടെലഗ്രാമിലെ മെസ്സേജ് എഡിറ്റ് എന്ന ഫീച്ചറാണ് വലിയ ആശങ്കയുണ്ടാക്കിയത്. സാധാരണയായി ഒരു സന്ദേശം പോസ്റ്റ് ചെയ്തതിനു ശേഷം അതിൽ മാറ്റം വരുത്താൻ ടെലഗ്രാമിൽ സാധിക്കും. അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ പ്രകാരം ചിലർ ആദ്യം സാധാരണ സന്ദേശം പോസ്റ്റ് ചെയ്യുകയും എന്നിട്ട് എഡിറ്റ് ചെയ്ത് യഥാർത്ഥ ചോദ്യപേപ്പർ ചേർക്കുകയും ചെയ്തു. ശേഷം ആ സന്ദേശത്തിന്റെ പഴയ സമയം കാണിച്ച് നോക്കൂ, പരീക്ഷയ്ക്ക് മുമ്പേ ചോദ്യപേപ്പർ ഞങ്ങൾ നൽകിയിരുന്നു എന്ന തരത്തിൽ വ്യാജ പ്രചരണം നടത്തി.
ഇത് സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം പ്രചരിക്കുകയും വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്തുവെന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശദീകരണം. ഇതോടെയാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ഇടപെട്ടത്. ടെലഗ്രാം ഈ തീരുമാനത്തെ അംഗീകരിച്ചില്ല. കമ്പനി നേരിട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. ഈ നിയന്ത്രണം നിയമപരമായി ശരിയാണോ? ദേശീയ സുരക്ഷയും പരീക്ഷാ സുരക്ഷയും മുൻനിർത്തിയുള്ള സർക്കാരിന്റെ നടപടി ന്യായമാണോ? അതോ ഡിജിറ്റൽ സ്വാതന്ത്ര്യത്തിന് മേലുള്ള അനാവശ്യ നിയന്ത്രണമാണോ? ഇക്കാര്യങ്ങളാണ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലുള്ളത്. എന്നാൽ കേന്ദ്ര സർക്കാർ കോടതിയിലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പരീക്ഷാ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നതാണ് സർക്കാരിന്റെ നിലപാട്. രാജ്യസുരക്ഷ എന്നത് അതിർത്തിയിൽ നിൽക്കുന്ന സൈനികരുടെ ഉത്തരവാദിത്തം മാത്രമല്ല, രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനം, ദേശീയതല പരീക്ഷകളുടെ വിശ്വാസ്യത, യുവതലമുറയുടെ ഭാവി, ഡിജിറ്റൽ സംവിധാനങ്ങളുടെ സുരക്ഷ, പൊതുജനങ്ങളുടെ വിശ്വാസം എന്നിവയെ സംരക്ഷിക്കുന്നതും ദേശീയ സുരക്ഷയുടെ ഭാഗമാണ്. ഇന്ത്യയിൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് നീറ്റ് പോലുള്ള ദേശീയതല പ്രവേശന പരീക്ഷകൾ എഴുതുന്നത്. ഈ പരീക്ഷകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അതൊരു പരീക്ഷയുടെ പ്രശ്നമായി മാത്രം ഒതുങ്ങുന്നില്ല. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനത്തിന് തന്നെ വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. ഇതേ പശ്ചാത്തലത്തിലാണ് ടെലഗ്രാമിനെതിരെ കേന്ദ്ര സർക്കാർ താത്കാലിക നിയന്ത്രണ നടപടികൾ സ്വീകരിച്ചത്. സർക്കാർ കോടതിയിൽ അറിയിച്ച വിശദീകരണ പ്രകാരം പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ശൃംഖലകൾ ടെലഗ്രാമിന്റെ ചില സവിശേഷതകൾ ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ച് മെസ്സേജ് എഡിറ്റ് സൗകര്യം ഉപയോഗിച്ച് പരീക്ഷ കഴിഞ്ഞ ശേഷം പഴയ സന്ദേശങ്ങൾ തിരുത്തി ചോദ്യപേപ്പർ മുൻകൂട്ടി ലഭിച്ചതായി തോന്നിക്കുന്ന തരത്തിൽ വ്യാജ തെളിവുകൾ സൃഷ്ടിക്കപ്പെട്ടുവെന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിലയിരുത്തൽ. ഇത്തരം പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം പ്രചരിക്കുകയും പരീക്ഷയുടെ വിശ്വാസ്യതയെ തന്നെ സംശയത്തിലാക്കുകയും ചെയ്തുവെന്നാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ടാണ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ടെലഗ്രാം താൽക്കാലികമായി നീക്കം ചെയ്യുക, കൂടാതെ ഇന്ത്യയിൽ മെസ്സേജ് എഡിറ്റ് പോലുള്ള ചില സവിശേഷതകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നീ നടപടികളിലേക്ക് കേന്ദ്രം കടന്നത്. സർക്കാർ വ്യക്തമാക്കുന്നത് ഇതൊരു കമ്പനിക്കെതിരായ നടപടിയല്ല, മറിച്ച് സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം തടയാനുള്ള താൽക്കാലിക ഇടപെടലാണ്. കേന്ദ്ര സർക്കാരിന്റെ വാദം വ്യക്തമാണ്. ഡിജിറ്റൽ സ്വാതന്ത്ര്യം എന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അനുമതിയല്ല. ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പരീക്ഷാ ക്രമക്കേടുകൾക്കും വ്യാജ വിവര പ്രചരണങ്ങൾക്കും സംഘടിത കുറ്റകൃത്യങ്ങൾക്കും സഹായകമാകുന്ന സാഹചര്യമുണ്ടായാൽ നിയമപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാരിന്റെ ഭരണഘടനയും നിലവിലെ നിയമങ്ങളും അധികാരം നൽകുന്നുണ്ട്. ഈ നടപടിയെ ചിലർ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള നിയന്ത്രണമായി വിമർശിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് മറ്റൊന്നാണ്. രാജ്യത്തിന്റെ താൽപ്പര്യവും വിദ്യാർത്ഥികളുടെ ഭാവിയും ദേശീയ സ്ഥാപനങ്ങളിലുള്ള വിശ്വാസം സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രഥമ ഉത്തരവാദിത്തം. അതിനായി ആവശ്യമെങ്കിൽ ജനപ്രിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കെതിരെയും നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ മടിക്കില്ലെന്നാണ് ഈ തീരുമാനത്തിലൂടെ നൽകുന്ന സന്ദേശം. അതിനാൽ ഈ നടപടിയെ ഒരു മെസ്സേജിംഗ് ആപ്പിനെതിരായ നടപടിയായി മാത്രം കാണാതെ ദേശീയതല പരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിക്കാനും വിദ്യാഭ്യാസ സംവിധാനത്തെ ശക്തിപ്പെടുത്താനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉത്തരവാദിത്തം ഉറപ്പാക്കാനുമുള്ള ഇടപെടലായി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ സാങ്കേതിക സംവിധാനങ്ങളെ പോലും നിയന്ത്രിക്കാൻ കേന്ദ്രം തയ്യാറാകുന്ന സാഹചര്യത്തിൽ ഇനി പരീക്ഷാ മാഫിയയുടെ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകുമോ? അതോ കൂടുതൽ കടുത്ത നടപടികൾ വരാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. രാജ്യത്തെ പ്രധാന വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.